കണ്ടോ, ഈ ഭാഗത്തായിട്ട് നിന്ന തെങ്ങാണ് ഇന്നലെ വെട്ടിക്കളഞ്ഞത്. അപ്പോൾ വഴിയോട് ഇത്രയും തൊട്ട് ചേർന്ന് നിന്ന ഒരു തെങ്ങായിരുന്നു. കാര്യം കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ കായ്ഫലത്തിലേക്ക് വരുമ്പോഴത്തേനും അങ്ങ് കോഞ്ഞാട്ടയായി പോകുമായിരുന്നു. തുടക്കത്തിലൊക്കെ നല്ല കായ്കളൊക്കെ ഉണ്ടായിരുന്നു, പിന്നീടായി കഴിഞ്ഞപ്പോഴത്തേനും അത് കൊള്ളത്തില്ലാതെ ആയിപ്പോയി. അപ്പം അതിൻ്റെ നമ്മുടെ പറമ്പിൽ ഏറ്റവും നല്ലൊരു തെങ്ങയിലാണ് മിക്കവാറും ഇങ്ങനത്തെ ഈ മണ്ടരിയും മുഞ്ഞയൊക്കെ പിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടോ അതിൻ്റെ ഉദാഹരണം കണ്ടോ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇതുണ്ടോ ഇതുപോലെയാണ് നമ്മുടെ തേങ്ങ. അത് ഇതിപ്പോൾ ഒരു കരിക്ക് പരുവത്തിലാണ്. പിന്നെ ഇതിനിപ്പോൾ എത്ര നാളിങ്ങനെ നമ്മൾ ഈ തെങ്ങിൽ നടത്തിയാലും ഇങ്ങനെ അത് ഇരിക്കുകയുള്ളൂ. ഇതുണ്ടോ, അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മളത് വെട്ടിക്കളഞ്ഞത്. കാര്യം ഇത് തേങ്ങ ഉണ്ടാകുമ്പോൾ നല്ല വലിപ്പമുണ്ട്, പക്ഷേ അത് വിളഞ്ഞ് പരുവത്തിലേക്ക് എത്തി പിരിക്കാറായി കഴിയുമ്പോൾ ഈ ഒരവസ്ഥയിലേക്ക് മാറിപ്പോകും. ഇപ്പോൾ കുറേ ഉണ്ടായിരുന്നു, കുറേ കരിക്കുകളും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഇതിനടിയിൽ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് തേടി തെളിച്ചെടുക്കണം. നമ്മുടെ ഗ്രാമ്പൂന് എന്തായാലും വലിയ ഷേക്ക് പറ്റിയില്ല. വാഴക്കുഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു, ഇത് എവിടെയായിട്ട് വാഴക്കുഞ്ഞുണ്ടായിരുന്നു, അത് ചളങ്ങിപ്പോയി. സാരമില്ല, അത് വീണ്ടും ഉണ്ടായി വരും. അപ്പോൾ ഞാനൊരു 10 വാഴ ഇവിടെ കുഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, വില കൊടുത്ത് മേടിച്ചായിരുന്നു. അപ്പോൾ അതിൽ ഈ വാഴയ്ക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല ഇവിടെ നിൽക്കുന്നത്. ബാക്കി അവിടെ ഇപ്പോൾ നിൽക്കുന്നതിനും കുഴപ്പമൊന്നും സംഭവിച്ചില്ല. അവരെല്ലാവരും നല്ല സേഫായിട്ട് തന്നെ അതിനെല്ലാം നമ്മുടെ ആ തെങ്ങ് വെട്ടി റെഡിയാക്കി. കറണ്ടൊന്നും ഓഫ് ചെയ്യേണ്ട വന്നില്ല. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്തു. നല്ല വേനലാണ്, എന്നാലും നമ്മൾ നന്നായിട്ട് വെള്ളമൊക്കെ നനച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചെടികളിൽ കുറേ പൂക്കളൊക്കെ വീണ്ടും ഉണ്ടായി വന്നിട്ടുണ്ട്. കോഴിക്ക് രാവിലെ ഫുഡ് കൊടുക്കാൻ സമയമായി. ഹായ് ഡിയർ, ലൈഫ് ടോൺ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ സപ്പോർട്ടൊക്കെ നമ്മുടെ ചാനലിനുണ്ടാവണം. അപ്പോൾ ഇന്നും കുറച്ച് ചെറിയ ചെറിയ ഐഡിയകളും നമ്മുടെ കൃഷിയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ളൊരു വീഡിയോ ആയിട്ടാണ് കൂട്ടുകാരുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമ്മളിതൊരു ജൈവവേലിയായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ജൈവവേലി മേളിൽ നിന്നുള്ള പലതരം പക്ഷികളുടെ ഉപദ്രവങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഈ ജൈവവേലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താഴെ നമ്മുടെ കോഴിക്കൂടുണ്ട്, 10 കോഴികളുണ്ട്, അതെല്ലാം നന്നായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ അത് കണ്ടോ, ഈ ജൈവവേലിയിലേക്ക് നമ്മൾ പാവൽ കയറി വന്നിട്ടുണ്ട്. പിന്നെ സൈഡിൽ പയർ കയറി വന്നിട്ടുണ്ട്, അതിൽ കായിട്ടിട്ടുണ്ട്. ഇത് വേറൊരു സെറ്റ് പയറാണ്, അതിലേക്കും മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട്. അപ്പം മുകളിൽ നല്ലൊരു സംരക്ഷണം നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ നമ്മുടെ ചീരകൃഷി നല്ല ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു 11 തവണ നമ്മൾ ഈ ചീര കട്ട് ചെയ്തു. അതിനകത്ത് നിന്ന് 11 തവണ കട്ട് ചെയ്തെന്ന് പറയുമ്പോൾ ഒരു തവണത്തെ ചീരയുടെ വില എന്ന് പറയുന്നത് 50 രൂപയാണ് ഒരു കെട്ട്. നമ്മുടെ ഈ തൊട്ടടുത്ത് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും നല്ലതൊന്നും അല്ല അവിടെ കിട്ടുന്നത്. നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ അടുക്കളയുടെ മാനേജ്മെൻറ്റിന് 500 രൂപയുടെ 15 ദിവസം 20 ദിവസം കൊണ്ട് ഒരു 500 രൂപയുടെ നേട്ടം ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ്. ഒരു സാധാരണ കുടുംബത്തിലേക്ക് 500 രൂപയുടെ ഒരു വരുമാനം ഒരു 20 ദിവസം കൊണ്ടുണ്ടാകുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഇന്ന് ഗ്യാസിനൊക്കെ റോക്കറ്റ് പോലെയാണ് വില കൂടി വരുന്നത് മാത്രമല്ല, വില കൊടുത്താലും നമുക്ക് കിട്ടുകയില്ല. ആ ഒരു കാലത്തിലേക്ക് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ചിലവുകളെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരും ഈ വീഡിയോകളൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ ചിലവുകളെ ഇങ്ങനെ ചെറിയ ചെറിയ കൃഷി രീതിയിലൂടെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു മെസ്സേജും കൂടെയാണ് നമ്മൾ പങ്കുവെക്കുന്നത്. ഇപ്പോൾ നേരം വെളുത്ത് വന്നതേ ഉള്ളൂ, അധികം സമയമായില്ല. പയറിലൊക്കെ കൃഷി നന്നായിട്ട് വിളവെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പയറിപ്പോൾ നമ്മളൊരു 4 തവണ പറിച്ചെടുത്തിട്ടുണ്ട്.
അപ്പോൾ പയറിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ 4 തവണ പയർ എടുത്തത് നേട്ടമായി. ചീര 10 തവണ കട്ട് ചെയ്തെടുത്തു, അത് 500 രൂപ അവിടെ ലാഭമായി. പയർ പിന്നെ പാവലയിൽ ഇപ്പോൾ ഒരു 8-10 കായ് ഇട്ട് വന്നിട്ടുണ്ട്, അത് ഉടനെ തന്നെ പറിക്കാറാകും. പിന്നെ നമ്മുടെ കോവലിപ്പോൾ ഒരു കിലോ അടുത്ത് നമുക്കിപ്പോൾ കായിട്ട് നിൽക്കുക. അതിന് പറിച്ചെടുക്കേണ്ട താമസമേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ ഇത്തിരി പച്ചക്കറി നമ്മൾ മേടിച്ചതുകൊണ്ട് അതിന് കോഴിക്ക് ഫുഡ് കൊടുക്കാൻ സമയമായി. 2 ദിവസം കഴിഞ്ഞിട്ട് ഇനി അത് പറിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ ചീര ഈ ഒരു സെക്ഷൻ ഇനി കട്ട് ചെയ്യാറായിട്ടുണ്ട്, നല്ല വലിപ്പം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കോഴിനെ അഴിച്ചു വിടുമ്പം കോഴി അതിനിട്ട് ചെറുതായിട്ട് കൊത്തും. പിന്നെ താഴെ കുറേ പുല്ലുകളൊക്കെ വളർന്ന് നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇവന്മാർ അതിനിട്ട് കൊത്താൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ രാവിലെയും വൈകിട്ടും അങ്ങനെ നനച്ചിട്ടേക്കും. അപ്പോൾ ഈ ചെറിയ കളകൾ വേഗം ഉണ്ടായി വരും. അപ്പോൾ അത് അവർക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ അത് നേരം നമ്മുടെ ചീരയ്ക്ക് അധികം കൊത്തിയില്ല, നനഞ്ഞ് കിടക്കുന്നതുകൊണ്ട് അധികം കിളയ്ക്കുകയില്ല. അപ്പോൾ അങ്ങനെ ഒരു ടെക്നിക്കാണ് ഞാനിപ്പോൾ പയറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കയ്യിൽ ഇത്തരം സൂത്രവിദ്യകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ